ചില കഥകളുണ്ട്, കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം തോന്നും. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ ഒരു കമ്പനിയുടെ കഥയാണിത്. കിങ്സ് ഇൻഫ്രയുടെ ഈ അവിശ്വസനീയമായ വളർച്ചയുടെ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഓക്കേ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈയൊരു നമ്പർ നോക്കൂ, 25%. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് തോന്നാമല്ലേ? പക്ഷേ കഥ മുഴുവൻ കേൾക്കുമ്പോൾ ഈ നമ്പർ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വളർച്ചയുണ്ടായത് എപ്പോഴാണെന്ന് ഓർക്കണം. ആഗോള വ്യാപാര രംഗം മൊത്തത്തിലൊന്ന് ഉലഞ്ഞു നിന്ന സമയത്താണ്. അപ്പോൾ ഇതൊരു സാധാരണ വളർച്ചയല്ല, അല്ലേ? ശരിക്കും പറഞ്ഞാലേ ഒരു കൊടുങ്കാറ്റിൽ ചിറക് വിരിച്ച് പറന്നുയർന്ന പോലെയാണ് കിങ്സ് ഇൻഫ്ര മുന്നോട്ട് കുതിച്ചത്. അപ്പോൾ ഈ മികച്ച പ്രകടനത്തിന് പിന്നിലെ രഹസ്യമെന്തായിരിക്കും? നമുക്ക് ആ കണക്കുകളൊന്ന് പൊളിച്ചു നോക്കാം. കാരണം ഈ അക്കങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും. ദാ നോക്കൂ, കഴിഞ്ഞ സാമ്പത്തിക വർഷം അതിലെ ആദ്യത്തെ 9 മാസം കൊണ്ട് മാത്രം കിങ്സ് ഇൻഫ്ര ഉണ്ടാക്കിയ വരുമാനമാണിത്. 115.29 കോടി രൂപ. ഇതൊരു ചെറിയ കളിയല്ല, അല്ലേ? ഈ ചാർട്ട് കാണുമ്പോഴാണ് ആ വളർച്ചയുടെ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. നോക്കൂ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വരുമാനം ഏകദേശം 92 കോടി. അവിടെ നിന്നാണ് ഈ വർഷം 115 കോടിയിലേക്കുള്ള ഈ കിടിലൻ ചാട്ടം. നേരത്തെ പറഞ്ഞ ആ 25% ഒരു വിഷ്വൽ തെളിവാണിത്. അപ്പോൾ വരുമാനം മാത്രം കൂടിയാൽ മതിയോ? പോരല്ലോ. കമ്പനി എത്രത്തോളം ലാഭകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതല്ലേ ഏറ്റവും പ്രധാനം. ആ കാര്യത്തിലാണ് കിങ്സ് ഇൻഫ്ര ശരിക്കും നമ്മളെ ഞെട്ടിച്ചത്. എബിറ്റ, അതായത് സിമ്പിളായി പറഞ്ഞാൽ കമ്പനിയുടെ പ്രധാന ബിസിനസ്സിൽ നിന്നുള്ള ഓപ്പറേഷണൽ പ്രോഫിറ്റ്, അതിൽ 18% കൂടുതൽ വർധനവ്. അതിനർത്ഥമെന്താ? കമ്പനി ചെയ്യുന്ന പ്രധാന പണി കൂടുതൽ ലാഭകരമായി വരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, എങ്ങനെയാണിവർ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഈ വിജയം നേടിയത്? അതിനു പിന്നിലെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സമയത്താണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബേബി ജോൺ ഷാജിയുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഇതൊരു വെറും വാക്കല്ല, ഇത് കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്. ഇവിടെയാണ് അവരുടെ ബുദ്ധിപരമായ നീക്കം നമ്മൾ കാണുന്നത്. ഒരു വശത്ത് ആഗോള വ്യാപാരത്തിലെ പ്രശ്നങ്ങൾ എന്ന കൊടുങ്കാട്ട്, പക്ഷേ മറുവശത്ത് യുഎസ് താരിഫ് കുറച്ചതും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുമൊക്കെ അനുകൂലമായ ഒരു കാറ്റായി മാറി. കിങ്സ് ഇൻഫ്ര എന്തു ചെയ്തു? അവർ തങ്ങളുടെ കപ്പലിന്റെ പായ ആ അനുകൂലമായ കാറ്റിന് നേരെ വിരിച്ചു, ശരിയായ ദിശയിലേക്ക് യാത്ര തിരിച്ചു. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള വിജയം നമ്മൾ കണ്ടു. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. കിങ്സ് ഇൻഫ്ര വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കുന്നൊരു കമ്പനിയല്ല, അവരുടെ കണ്ണ് എപ്പോഴും ഭാവിയിലേക്കാണ്. അപ്പോൾ അടുത്ത വളർച്ച എവിടുന്നായിരിക്കും വരാൻ പോകുന്നത്? ഉത്തരം സിമ്പിളാണ്: പുതിയ മാർക്കറ്റുകൾ, പുതിയ പ്രൊഡക്റ്റുകൾ. അവരുടെ ടാർഗറ്റ് ലിസ്റ്റ് നോക്കിയേ. അമേരിക്ക, യൂറോപ്പ്, റഷ്യ, UAE, ജപ്പാൻ, ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ പ്രധാന മാർക്കറ്റുകളിലെല്ലാം അവർ തങ്ങളുടെ സാന്നിധ്യമുറപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ലിസ്റ്റിൽ ഒരു പേര് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം: ജപ്പാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരി പോലും വിട്ടുവീഴ്ചയില്ലാത്ത മാർക്കറ്റാണ് ജപ്പാൻ. അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിജയിച്ചാൽ അത് ലോകം മുഴുവനുള്ളൊരു അംഗീകാരത്തിന് തുല്യമാണ്. അപ്പോൾ ഈ ജപ്പാൻ ബന്ധം വെറും ചർച്ചകളിൽ ഒതുങ്ങുന്നില്ല. അവിടുത്തെ വലിയ കമ്പനികളായ ഷോഗുര്യു, ഇറ്റോച്ചു കോർപ്പറേഷൻ, അവരുടെ പ്രതിനിധികൾ നേരിട്ട് കിങ്സ് ഇൻഫ്രയുടെ ഫാക്ടറികൾ വന്ന് കണ്ടു. എന്നിട്ട് അവർക്ക് ഉൽപ്പന്നങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞു. ഇതൊരു വലിയ മുന്നേറ്റമാണ്, അല്ലേ? പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് മാത്രമല്ല, ആ സ്ഥലങ്ങൾക്ക് വേണ്ട പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, അമേരിക്കൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള ഒന്നാണ് പാസ്ചറൈസ്ഡ് ഞണ്ടിറച്ചി. അപ്പോൾ അതും അവരുടെ പ്ലാനിലുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ മാർക്കറ്റുകൾ, പുതിയ പ്രൊഡക്റ്റുകൾ, ഇതൊക്കെയാണ് അടുത്ത ഘട്ടം. പക്ഷേ കിങ്സ് ഇൻഫ്രയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇതൊന്നുമല്ല. ശരിക്കും ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നിക്ഷേപത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്: ടെക്നോളജിയിൽ. അവരുടെ ആ വലിയ സ്വപ്നത്തിന്റെ പേരാണ് സ്മാർട്ട് അക്വാകൾച്ചർ. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഈ ചെമ്മീൻ കൃഷിയൊക്കെ ചെയ്യുന്ന രീതിയെ അടിമുടി മാറ്റാൻ പോകുകയാണ്. എങ്ങനെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ, പിന്നെ പ്രകൃതിക്ക് ദോഷം വരാത്ത പുതിയ രീതികൾ, ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു പുതിയ വിപ്ലവം. ഈ ഒരു ആശയത്തിനു വേണ്ടി അവർ 500 ഏക്കറിലാണ് ഒരു ടെക്നോളജി പാർക്ക് പണിയുന്നത്. ഇത് വെറുമൊരു ഫാക്ടറി അല്ല കേട്ടോ. ഇതിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. 1. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. 2. രാജ്യത്തിന് നല്ല സാമ്പത്തിക നേട്ടമുണ്ടാക്കുക. 3ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അവിടുത്തെ സാധാരണക്കാർക്ക് ജോലി കൊടുത്ത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. ഇത്രയും വലിയ വളർച്ചയുടെയും പ്ലാനുകളുടെയും ഒക്കെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയണം: കിങ്സ് ഇൻഫ്ര വേണ്ട എന്നുവെച്ച ഒരു വലിയ ഡീലിന്റെ കഥ. ഇത് വളർച്ചയുടെ കഥയല്ല, മറിച്ച് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവിന്റെ കഥയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വന്നിട്ടുണ്ടാവും, അല്ലേ?
ഇത്രയും വളർച്ചയുടെ പിന്നാലെ പോകുന്ന ഒരു കമ്പനി ശ്രീയക്വ സീ ഫുഡ്സ് എന്ന മറ്റൊരു കമ്പനിയെ വാങ്ങാനുള്ള പ്ലാനിൽ നിന്ന് എന്തിനാണ് അവസാന നിമിഷം പിന്മാറിയത്? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളും എന്നാൽ വളരെ ശക്തവുമായിരുന്നു. കമ്പനിയുടെ ബോർഡ് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഡീല് കൊണ്ട് ദീർഘകാലത്തേക്ക് കമ്പനിക്കോ അതിലെ ഓഹരി ഉടമകൾക്കോ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതോടെ ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തു. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ പാഠമുണ്ട്. വെറുതെ വലുതാവുക എന്നതിലല്ല കാര്യം, എടുക്കുന്ന തീരുമാനങ്ങൾ ദീർഘകാലത്തേക്ക് നല്ലതാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിലാണ്. കിങ്സ് ഇൻഫ്രയുടെ നേതൃത്വം കാണിച്ചത് ആ ഒരു അച്ചടക്കമാണ്. എന്ത് വില കൊടുത്തും വളർച്ച വേണ്ട, ശരിയായ വളർച്ച മതി എന്ന നിലപാട്. അപ്പോ അവസാനം നമ്മൾ എന്താണ് കാണുന്നത്? കൃത്യമായ പ്ലാനിംഗ്, ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു വിഷൻ, പിന്നെ ഏറ്റവും പ്രധാനമായി തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനുള്ളൊരു അച്ചടക്കം. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും. ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി, അതായത് നമ്മുടെ സമുദ്ര സമ്പത്തിനെ ആശ്രയിച്ചുള്ളൊരു വലിയ സമ്പദ്വ്യവസ്ഥയുടെ ഭാവിയുടെ വഴികാട്ടിയായി കിങ്സ് ഇൻഫ്ര മാറുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?